കുമ്പള ആരിക്കാടി പാറ ശ്രീ ഭഗവതി ആലിചാമുണ്ടി ക്ഷേത്രത്തിൽ ഈ വർഷം കളിയാട്ടത്തിന് തെയ്യക്കോലങ്ങൾ ഉണ്ടാക്കില്ല. ആലി തെയ്യം കെട്ടിയാടുന്നതിലൂടെ പ്രസിദ്ധമായ കുമ്പളയിലെ പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാത്തതിനാലാണ് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാതെ ചടങ്ങ് മാത്രമായി നടത്തുന്നത്. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. പാറ ശ്രീ ഭഗവതി ആലിചാമുണ്ടി ക്ഷേത്രം നടത്തിപ്പ് മലബാർ ദേവസ്വം ബോർഡിനാണ്. പ്രസ്തുത ക്ഷേത്രത്തിൽ പ്രാചീന കാലം മുതൽ നടന്നു വന്നിരുന്ന ചടങ്ങുകളിൽ മാറ്റം വരുത്തി ക്ഷേത്രത്തിലെ കാരണവർ അടക്കമുള്ള ആചാരക്കാരെ പങ്കെടുപ്പിക്കാതെ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരസ്ഥാനത്ത് ഭണ്ഡാരം നിലനിൽക്കെ പുതിയ ഭണ്ഡാരമുണ്ടാക്കി ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂടെയുള്ള കുറച്ചാളുകളും കഴിഞ്ഞ 2 വർഷം നടത്തിയ ഉത്സവത്തിൽ ക്ഷേത്രത്തിൽ ആചാരാവകാശമുള്ള തറവാട്ടുകാർ സഹകരിച്ചിരുന്നില്ല. പ്രശ്നം പരിഹരിക്കുവാൻ ജില്ലയിലെ 18 ഘടക ക്ഷേത്ര ഭാരവാഹികളുടെയും ആചാരസ്ഥാനികരുടെയും മധ്യസ്ഥതയിൽ നടന്ന പ്രശ്ന പരിഹാര ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന പരിഹാര വ്യവസ്ഥകൾ 2 കൂട്ടരും അംഗീകരിക്കുകയും പിന്നീട് ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂട്ടരും പിന്മാറുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതെന്ന് ക്ഷേത്രത്തിലെ പാരമ്പര്യ ട്രസ്റ്റി ബംബ്രാണ യജമാനനും ക്ഷേത്രത്തിൽ ആചാരസ്ഥാനങ്ങൾ അനുഷ്ഠിക്കുന്ന തറവാട്ട് പ്രതിനിധികളും തെയ്യം കെട്ടുന്നതിനുള്ള ജന്മാവകാശമുള്ള കോലധാരികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ഭണ്ഡാരം നിലവിലേക്ക് ഒരു ഭണ്ഡാരം ഉണ്ടാക്കിക്കൊണ്ട് ക്ഷേത്രോത്സവം വേറെ ആചാരം ലംഘിച്ചുകൊണ്ട് നടത്തിയ സ്ഥിതിയുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസംബർ മാസം ഈ 2024 ഡിസംബർ മാസം 24-ാം തീയതി ഒരു കോംപ്രമൈസ് എന്നതിനെക്കുറിച്ച് 18 ക്ഷേത്രക്കാരുടെ മധ്യസ്ഥതയിൽ ഒരു പ്രശ്നം നടത്തുകയും ആ പ്രശ്നത്തിൽ ഉയർത്തിരിഞ്ഞ് വന്ന ആ ഫോർമുല അനുസരിച്ച് 2 കൂട്ടും കോംപ്രമൈസ് ആയിട്ട് ആ കോംപ്രമൈസിൽ നിന്നാണ് പിന്നീട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പൊ ആ പിന്തിരിഞ്ഞ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്കുള്ള വിഷമമുണ്ട്. ഞങ്ങൾക്ക് ഉത്സവമായിട്ട് സഹകരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അച്ഛന്മാരെ പോകാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ പോകാൻ റെഡിയാണ്. എല്ലാ ഫോർമയും അംഗീകരിച്ച് ഞങ്ങൾ ക്ഷേത്രോത്സവമായി നമുക്ക് സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ ആ ഫോർമയിൽ നിന്നും പിൻവാങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചില പ്രശ്നങ്ങളില്ലെന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സഹകരിക്കാൻ പറ്റുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ പാരമ്പര്യ സ്ഥിരം ട്രസ്റ്റി വി മോഹൻദാസ് റൈ, തെയ്യം കോലധാരി കുമ്പ്യ തറവാട്ടിൽ രാജേഷ്, ഇച്ചിലമ്പാടി തറവാട്ടിൽ ശ്രീധരപ്പണിക്കർ, ബല്ലമ്പാടി തറവാട്ടിൽ മോഹനൻ, കോരിക്കണ്ടം തറവാട്ടിൽ നാഗേഷ്, ബംബ്രാണ യജമാനരുടെ മകൾ അഡ്വക്കേറ്റ് ഭാഗ്യശ്രീ റൈ, കോലധാരി കുമ്പ്യ തറവാട്ടിൽ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.